ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ എത്തിയപ്പോൾ നടന്നൊരു സംഭവമാണ് ഇന്നത്തെ തിരുവചന ഭാഗം. യേശുവും ശിഷ്യന്മാരും കഫർനാമിലേക്കുള്ള യാത്രാമധ്യേ ശിഷ്യന്മാർ ഒരു കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നായിരുന്നു അവരുടെ തർക്കം. എന്നാൽ ആ യാത്രയിൽ എവിടെയും യേശു അവർക്കതിനുള്ള മറുപടി നൽകുന്നില്ല. തിരിച്ച് കഫർനാമിലെ ഒരു ഭവനത്തിൽ എത്തിച്ചേർന്ന ശേഷം യേശു തന്റെ ശിഷ്യന്മാരെയെല്ലാം അവന് ചുറ്റും വിളിച്ചിരുത്തി. ഒരു ശിശുവിനെ തന്റെ കയ്യിലെടുത്ത് യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു: ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ ശ്രേണിയിലെ ഏറ്റവും ചെറിയവനെ പോലും ശുശ്രൂഷിക്കുന്നവരായിരിക്കണം അധികാരത്തിലിരിക്കുന്നവർ എന്നാണ് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഭരണ തൽപരതയല്ല, മറിച്ച് ശുശ്രൂഷ മനോഭാവമുള്ളവരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ശക്തി പ്രകടിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ശിശുവിനെ പോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം. ഏറ്റവും എളിയവരെയും ദുർബലരെയും വിനീതപൂർവ്വം ശുശ്രൂഷിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. ഈ നോമ്പുകാലത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും എളിയവരെയും ദുർബലരെയും വിനീതപൂർവ്വം ശുശ്രൂഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.